ഫസ്റ്റ് യൂട്യൂബ് ലോങ് വീഡിയോ. നമ്മളിന്ന് ചെയ്യാൻ പോണത് ഒരു ബാഡി മേക്കപ്പ് ലുക്കാണ്. ഫ്രം ദിസ് ബെയർ ഫേസ് ടു റിയൽ ബാഡി. ഞാനിപ്പോൾ ഫേസിലൊന്നും ചെയ്തിട്ടില്ല. മുടിയിൽ ജസ്റ്റ് ചടയെല്ലാം തീർത്ത് കെട്ടി വെച്ചേക്കാണ് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി. ദിസ് ഈസ് ദ മേക്കപ്പ് ലുക്ക് ആൻഡ് ഹെയർ സ്റ്റൈൽ. അപ്പോൾ നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് ബാക്കി കാണാം. ഇനി നമുക്ക് സ്കിൻ പ്രെപ്പ് ചെയ്യാം. ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസർ. ഇനി നമുക്ക് ലിപ് ബാം ഇടാം. സൺസ്ക്രീൻ വേണ്ട, എല്ലാത്തണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഒരു ഫോൺ വെച്ചിട്ടുണ്ട് നോക്കി ചെയ്യാൻ വേണ്ടി. നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് പ്രൈമറാണ്. പ്രൈമർ ഇല്ല എൻ്റെ. കൺസീലർ പാലറ്റ്. ഓറഞ്ച് ഫോർ അണ്ടർ ഐ ഡാർക്ക്നെസ്. അണ്ടർ ഐ ആൻഡ് മുകളിൽ തേക്കും ഞാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് വീഡിയോ എടുക്കണ്ടേന്ന് അറിയില്ല. എനിക്കറിയണ പോലെയാണ് ചെയ്യണം. കുറച്ചു നേരം കഴിയുമ്പോൾ ഇത് നേരെ ഓക്സിഡൈസ് ആയിട്ട് നമ്മളുടെ ഷെയ്ഡിലോട്ട് തന്നെ വരും. ഇവിടേക്ക് എനിക്ക് കുറച്ച് പിഗ്മെന്റേഷൻസ് ഉണ്ട്, ഹൈപ്പർ പിഗ്മെന്റേഷൻസ് ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് ഓറഞ്ച് ഇട്ട് കൊടുത്തിട്ട് എൻ്റെ ഷെയ്ഡ് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് തോന്നും ഭയങ്കര പൊട്ടിയാണെന്ന്. സത്യം പറഞ്ഞാൽ പൊട്ടിയില്ല. ഇവിടെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഏകദേശം എല്ലാം സെറ്റായി. ഇതിന്റെ ബേസിൽ നമുക്ക് ചെയ്യേണ്ടത് ഒരു സാധനം കൂടിയാണ്. ഇതിനകത്ത് ഇതെല്ലാം മാഞ്ഞുപോയി. സ്കിൻ കറക്റ്ററാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇത് നല്ല ഗ്ലോ തരും. ഭയങ്കര ഈവനായിട്ട് തോന്നിക്കും സ്കിന്നൊക്കെ. ബേസ് മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഐഷാഡോ പാലറ്റ് ന്യൂഡിൻ്റെ ആണ്. നല്ലതാ. ഇതിനകത്ത് മിററുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാം. സൂപ്പർ. അപ്പൊ നമുക്കൊരു ഡാർക്ക് കളർ ഇടാം. ഇതിനകത്തും ഇൻസ്പോലും കൊടുത്തേക്കണത് ഡാർക്ക് കളറാണ്. ഐസ് കുറച്ച് എടുത്തുകൊണ്ട് കാജലും ഉരുണ്ടി വരും നമുക്കപ്പ. എല്ലാം ഇടാം. ഈ ആളൊന്ന് പോയാലാണ് നിൽക്കാൻ പറ്റുള്ളൂ. ഒരംഗം വെട്ടിപ്പൊ കഴിഞ്ഞ് ആദ്യമായിട്ടൊരു ലോങ് വീഡിയോ എടുക്കാൻ നിന്നിട്ട് എന്തൊക്കെ തരണം ചെയ്യണം. ബ്രൗൺ ഐഷാഡോ ഇടാം. ബ്രൗൺ കുറച്ചധികം ഇടാൻ നേരാണ് കാണുള്ളൂ. ഔട്ടർ കോർണറിലാണ് ഞാനിപ്പോ ഇത് ഇട്ടോണ്ടിരിക്കണം. ഇന്നറിലോട്ട് വരുമ്പോ ലൈറ്റർ ആവണേ. അപ്പൊ നമുക്ക് ഇന്നറിലോട്ട് ലൈറ്റർ ഷെയ്ഡ് ഇടാം. അറിയണ്ട അറിയണുണ്ടാ ഡാർക്ക് ഷെയ്ഡ്. കണ്ട
ഇപ്പം നമ്മളുടെ ഐ ഷാഡോ കഴിഞ്ഞ് ഇനി നമുക്ക് കണ്ണെഴുതാം. ഇത് നമ്മളുടെ എന്തിൻ്റെയോ പെൻസിലാണ്. ബാക്കിയെല്ലാം ചെത്തി തീർന്നു. ഓക്കെ, നമുക്ക് ഒരു അടിയിൽ എഴുതാം. അടിയിൽ എഴുതിയിട്ട് മുകളിൽ എഴുതാം. അല്ലെങ്കിൽ മുകളിൽ എഴുതിയിട്ട് അടിയിൽ എഴുതണം, അടിയിൽ എഴുതിയിട്ട് മുകളിൽ എഴുതണം. മുകളിൽ എഴുതിയിട്ട് അടിയിൽ എഴുതാം. ഡാസ്ലറിൻ്റെ ഐലൈനർ വിങ്ഡാണ്. ഇത് ഇന്നറിലും ഔട്ടറിലും വിങ് ചെയ്തിട്ടുണ്ട്. സാമ്യമുണ്ട് സാമ്യമുണ്ട്. കണ്ണിന്റെ അടിയിൽ എഴുതാം. മനസ്സിലാവണ്ട എന്തെങ്കിലും ഡിഫറൻസ്? എനിക്ക് മനസ്സിലാവല്ല. ഇതിൽ നോക്കുമ്പോൾ മനസ്സിലാവണ്ട, ഇതിൽ നോക്കുമ്പോൾ മനസ്സിലാവല്ല. പക്ഷെ മനസ്സിലാവണം. ഇത് എഴുതിയത് ഇത് എഴുതാത്തത്. നമുക്ക് ഇപ്പുറത്തും എഴുതി കൊടുക്കാം. ഇനി നമുക്ക് മസ്കാര ഇടാം. ബിഗ് ഐസിൻ്റെ ലോങ് ലാസ്റ്റിക് സൂപ്പർ വാട്ടർ പ്രൂഫ് സ്മച്ച് പ്രൂഫ് മസ്കാര. അടിപൊളി. Beautiful eyes, and she's with him. Oh, but right now she's. നമുക്ക് ഐബ്രോസ് ഒന്ന് ഇത് വെച്ച് തന്നെ എഴുതി കൊടുക്കാം. മസ്കാര വെച്ച് തന്നെ നമുക്ക് ഐബ്രോസ് ഒന്ന് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒട്ടും വേണ്ട, നമുക്ക് ഇതിന്റെ ആവശ്യം ഒട്ടുമില്ല. വെറുതെ ഒന്ന് ചെയ്യാൻ വേണ്ടി മാത്രം. മസ്കാര ഒട്ടും വേണ്ട. പുരുഷനെ പോലെ ഇരിക്കില്ല. പുരുഷനല്ല, കുറച്ചൊന്ന് പാളിപ്പോയിപ്പോ കഴുകിയിട്ട് വന്നിരുന്നതാണ്. തുടച്ച് ആരും ട്രൈ ചെയ്യണ്ട. ഞാൻ സാധാരണ മറ്റേ തീർന്ന മസ്കാരയുടെ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കോമ്പൈൻ കൊടുക്കാറാണ് പതിവ്. പക്ഷേ ഇത് ആവേശത്തിൽ അങ്ങോട്ട് ചെയ്തപ്പോ എല്ലാത്തിനെ പോലെ ഇരിക്കും. കണ്ടിട്ട് ഓക്കെ. ഇനി നമുക്ക് ബ്ലഷ് ഇടണം. ഇത് സ്റ്റുഡിയോന്റെ ബ്ലഷാണ്. ഇതിനെ മൂടി കാണില്ല. ഇത്ര നേരം ഉണ്ടായിരുന്നു, ഇപ്പൊ എവിടെ പോയോ ഉണ്ടോ? ഇത് നല്ല സാധനമാണ്. എനിക്ക് സ്റ്റുഡിയോന്റെ കൂടി ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ്. ബ്ലെൻഡ് ചെയ്യാ. ബ്ലെൻഡ് സൂപ്പർ ഡിഫറൻസ് കണ്ട. കളർ സ്ട്രോക്സ് ഹൈലൈറ്റർ. നമുക്ക്
അങ്ങാട് കടന്നു. ലിപ് ലൈനർ ഇതിന്റെ എല്ലാനും മാഞ്ഞു പോയി. ഒന്നുമില്ല പറയാൻ വേണ്ടിയിട്ടൊരു മെറൂൺ ഷെയ്ഡായിട്ടുള്ള ഒരു ലിപ് ലൈനർ ആണ്. ഇത് കുറച്ചുകൂടെ ഡാർക്ക് ആണ്. അപ്പൊ ഞാൻ കാജലും വെച്ച് അതിന്റെ മേലെ വരയ്ക്കാം. ഒന്നും പറയണ്ട, എനിക്കറിയാം നല്ലതാണ്. ഡാസ്ലറിന്റെ ലിപ്സ്റ്റിക് ഉള്ളിലിട്ട് കൊടുക്കാം കേട്ടോ. ലൈൻ ചെയ്തതിൻ്റെ ഉള്ളിലായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇത്രയും മതി. നമുക്ക് കാജലിൻ്റെ ഉള്ളിലിട്ട് ഇങ്ങനെ 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 ചെയ്യാം. അപ്പൊ നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം എല്ലാം കഴിഞ്ഞ്, എനിക്കറിയാം ഞാൻ കാണിച്ച മേക്കപ്പ് ലുക്കും ഞാൻ ചെയ്തതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ബട്ട് ഐ ലൈക്ക് ഇറ്റ്. എൻ്റെ മെയിൻ സംഭവം ഈ മൂക്കുത്തിയാണ്. ഇത് ഭയങ്കര ട്രഡീഷണൽ മൂക്കുത്തിയാണ്. പക്ഷെ ഇത് ഊരാൻ അമ്മ സമ്മതിക്കില്ല. ഇതിട്ടിട്ട് നമുക്ക് ബാഡി ആയാൽ മതി ഇപ്പൊ തൽക്കാലം. ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ട് കാണാം. എന്താണിത് എടുക്കാൻ പോണത്? ട്രാൻസിഷൻ ആണ്. ട്രാൻസിഷൻ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ബയോയിൽ ഇൻസ്റ്റാഗ്രാം ID ടാഗ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് വേണമെന്നാണെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം, എവിടെയെങ്കിലും കൊടുത്തേക്കാം. അപ്പോൾ ഓക്കെ, പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. ഇതാണ് അവസാനം.